ഹേ ഓൾ വെൽക്കം ബാക്ക്. സോ ഇന്ന് നമുക്കൊരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഫിസിക്കലി തീരെ ഓക്കെ അല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെയാവാം. എനിക്ക് സങ്കടം വന്നു. മിനി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഗീത റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടുത്തെ മിനി ടിഫിൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ 1 ടൈം കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ചായ കുടിക്കാൻ പോകാം. ഫ്രൈഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും റോഡിൽ. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം കുറേ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റഷ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അധികം നമ്മൾ വണ്ടിയിട്ട് കറങ്ങിയിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് തന്നെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സംഗീത റെസ്റ്റോറൻറ്റിലെ മിനി ടിഫിൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നോട് കുറേ എൻ്റെ കൊളീഗ്സൊക്കെ പറഞ്ഞു തന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം ജോബിൻ്റെ ഇടയിൽ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഇവരെ കൂടെ പോയിട്ട് ഇത് കഴിക്കണമെന്നുണ്ടായിരുന്നു. ബില്ല് വേറെ ഏതോ ഹോട്ടലിൽ നിന്ന് ഈ മിനി ടിഫിൻ കഴിച്ചിട്ടുണ്ട്. ഇതിലാകായിരിക്കുന്ന എന്തോ ഒരു പുലാവ് പോലത്തെ ഉപ്മാവ് പോലത്തെ എന്തോ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഇഷ്ടമാവാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ വലിയൊരു പള്ളി പോകാനുണ്ട്. പള്ളിയിലൂടെ പോയിട്ട് വന്നിട്ട് ഇനി പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്യണം. മിനി ടിഫിൻ എന്ന് പറഞ്ഞിട്ട് ഹെവി ടിഫിനാണ്. അപ്പോൾ മിനി ടിഫിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കുറച്ചല്ലേ ഉള്ളൂ. അതാണ് മിനി ടിഫിൻ. എല്ലാം ഒരു ചെറിയൊരു പോർഷൻ. അപ്പോൾ ബില്ലിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പേര് മാറ്റി ഹെവി ടിഫിൻ ആക്കാം. എന്താ പ്ലാൻ? എന്താ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇന്ന് നമുക്കൊരു ഫുൾ ഡേ. രാവിലെ എന്തായാലും നമ്മൾ പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബോഡി പെയിനാണ്. എവിടെയെങ്കിലും പുറത്ത് പോകണമെന്ന് ചോദിച്ചാൽ പോകണമെന്നുണ്ട് എങ്കിൽ വേണ്ട, അങ്ങനെ ഒരു മറ്റുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്, പുറത്തിറങ്ങാതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കാറിലൊക്കെ പോയിട്ട് വീട്ടിൽ പോകാമെന്ന്. ഞാൻ പറയട്ടെ, വാച്ച് ഇന്നലെ വിളിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് കുട്ടിച്ചോ ചുണ്ടിൽ. എന്റെ മോനെ ഇനിയെന്താ ബോസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏറ്റവും ഇഷ്ടമായിരിക്കും. ഇഷ്ടം തീരഞ്ഞേ അലമ
ഐസ് ടൗൺ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ ബ്രാഞ്ച് ഉണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഉമ്മലത്തെ ബ്രാഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സംഭവമുണ്ട്, മാംഗോ ഫഹാമ എന്നാണ് തോന്നുന്നു. മാംഗോ ഫഹാമ എന്താണ് ഞങ്ങൾ നേരത്തെ എപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കഴിച്ച് മടുത്തു പോയ ഒരു സംഭവമായിരുന്നു ഈ സാധനം. പക്ഷെ നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ, കാരണം ഭയങ്കര അടിപൊളിയാണ്. ഒരു ഐസ്ക്രീം ആണ്, പക്ഷെ അതിൽ നല്ല മാംഗോ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വേറെ ഇങ്ങനെ ഇരുന്നപ്പോൾ അതും കൂടെ ഒന്ന് കഴിക്കാൻ തോന്നി. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിനി ടിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടിഫിൻ കഴിച്ചതുകൊണ്ട് അല്ല, ജസ്റ്റ് ഒരു മിനിറ്റ് ഓക്കെ. അപ്പോൾ രാവിലെ മിനി ടിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെവി ടിഫിൻ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഡെസേർട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നിയപ്പോൾ ഞാനൊരു ഐസ്ക്രീം ഫാനല്ല. എനിക്ക് വലിയ ഐസ്ക്രീം ചോക്ലേറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇതിപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാണ്ട്. ഇതിൻ്റെ ബ്രാഞ്ച് കുറേ ഉണ്ട് ഇവിടെ ബഹ്റൈനിൽ. എനിക്ക് കറക്റ്റ് ഏതൊക്കെ സ്പോട്ടെന്നൊന്നും പറയാൻ അറിയില്ല കേട്ടോ, കാരണം കുറേ സ്ഥലത്തുണ്ട്. എവിടേക്കുള്ളതെന്ന് കറക്റ്റ് പിടുത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാംഗോ ഫഹാമ. ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്യാവശ്യം നല്ല റിച്ച് മാംഗോ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. ഇത് എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് ഐസ് ടൗണിൻ്റെ. നിങ്ങൾക്ക് അടുത്ത് എവിടെയാണോ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു 1 ടൈം ട്രൈ ആയിട്ട് കളിക്കാൻ പോയത് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയത് ഇന്നലെ രസം കൊച്ചിൻ്റെ പേരിലല്ലേ അതും ബാങ്കോക്ക്. എനിക്ക് ഇതിലെല്ലാം എനിക്ക് ഇഷ്ടമാണ് എക്സെപ്റ്റ് വൺ തിങ്. മാംഗോ അല്ല, മറ്റേ എനിക്കറിയാം സോസ് അല്ല ക്രീമാ എന്താ സംഭവം പറയാ സോസ്. അത് എന്താ സോസ് തന്നെ റോസ് കളർ ടൈപ്പ് ഓഫ് സോസ് തന്നെ. അത് ഇഷ്ടമല്ല, ബാക്കിയെല്ലാം ഇഷ്ടം. അയ്യോ അല്ല ഇഷ്ടം. ഓക്കെ അല്ലേ, കഴിച്ചു. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. നോർമലി എൻ്റെ വീക്കെൻഡ്സൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് പോകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലീറ്റ് ഒരു വീക്ക് പണിയെടുത്ത് വർക്കിന് വേണ്ടിയിട്ടും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരു ഒരു ഓട്ടമായിരിക്കുമല്ലോ ഒരു 6 days എന്ന് പറയുന്നത്. പിന്നെ കിട്ടുന്ന ഈ ഒരു 1 day ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പുറത്ത് പോകാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമല്ല ബില്ലിനും ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് ഒരു വൈബ് വരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും ഇന്നെന്താണെന്നറിയില്ല, ഒരു ഗ്ലോമി ഡേ എന്താണെന്നറിയില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ വീക്കെൻഡ് എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ എന്തിനെന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന കാരണം ബോഡി പെയിനും ബോഡി വീക്ക്നെസ് ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കും നല്ല ബോഡി പെയിൻ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു തോട്ട് എനിക്ക് 2 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് 2 ദിവസം. ഇന്നലെ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങിയതാണ്, രാവിലെയാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ അതേ പറഞ്ഞ പോലെ ഇന്നിപ്പോഴും എനിക്കൊന്നും ഒരു എന്താ പറയുക, ഒരു രസമില്ലാത്തൊരു ദിവസം. കുഴപ്പമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഉറങ്ങി, ബില്ല് ഉറങ്ങി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് കിടക്കട്ടെ, ഞാനും ഉറങ്ങട്ടെ. ദാറ്റ്സ് ഇറ്റ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്ത് പ്രശ്നം എന്താ വാട്ട് യു വാണ്ട്? യു വാണ്ട് ഐസ്ക്രീം? യു വാണ്ട് ചോക്ലേറ്റ്? You want juice? You want chicken? Okay, take your time. Wait. എന്തോ പ്രശ്നമുണ്ട്.
എന്താ ദേഷ്യാണ് ദേഷ്യം. ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റുള്ളൂ. ഫുഡൊന്നും വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടില്ലല്ലോ. സോ ഐ തോട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഹാലൊക്കെ കിടങ്ങി കിടക്കുകയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാം. ബില്ലു കിച്ചണിലാണ്, എന്തോ കുക്കിംഗാണ്. കുക്കിംഗ് കാര്യമായിട്ടുള്ള കുക്കിംഗ് അല്ല, ജസ്റ്റ് എന്തോ ഫ്രൂട്ട്സ് കട്ടിങ് സംഭവം നമ്മളെ സ്ഥലം മുമ്പ് എഴുന്നേറ്റ് കാണിച്ചു തരാം. പക്ഷേ ഞാനെന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. വളരെ ഭയങ്കരമായിട്ട് പനിഞ്ഞ് കിടക്കുകയാണ്, എന്താണെന്നറിയില്ല. പപ്പായ ഓൾറെഡി കട്ട് ചെയ്താണ് വെച്ചത്. ഓക്കെ, ഐസ്ക്രീം കളയാനുള്ള ഇത്രേ ഉള്ളോ? കയ്പ് ഉള്ളുന്നെടുത്തല്ലേ? കയ്പില്ല. അന്നത്തെ അത്ര രുചിയില്ല. നാട്ടിൽ പോയിട്ട് കഴിക്കാം. എനിക്ക് പപ്പായ ഇത്ര ഇഷ്ടമായിരുന്നു. നാട്ടിലെ പപ്പായല്ലേ? വേണ്ട, അവള് ഇറിറ്റേറ്റ് ചെയ്യണ്ട ബില്ലു. കുറച്ച് കൂടെ മാറുള്ളൂ. നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടാറ്. ഒരു വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. ഇതുവരെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. തിരക്കൊക്കെ കാരണം ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം, ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയ വ്യൂ ആണ്. പക്ഷേ അതിന് പോലും സമയം കിട്ടാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഓക്കെ ആയി. അതല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊന്ന് വീക്കായിരുന്നല്ലോ. അപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഓക്കെ. അപ്പം എനിക്കിങ്ങനെ ഓർമ്മ തന്നെയാണ്. എപ്പോഴും എല്ലാവരും പറയും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്, എസ്പെഷ്യലി ഫ്രം ദ ലിവിങ് റൂം. ഇവിടെ ഇപ്പോൾ ഒരു ബിൽഡിങ് വന്നിട്ട് അവിടെ ഒരു മറയായി. പക്ഷേ ബാക്കി എന്നാലും നല്ല വ്യൂ ഒക്കെ തന്നെയാണ്. നോക്കാനും ഇരിക്കാനും സമയമില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നറിയോ, സർക്കിട്ട് ആസിഫ് അലിൻ്റെ മറ്റേ പാട്ടില്ലേ, ദുബായിൽ അവനുള്ള ത്രില്ലറല്ലടാ. ദുബായില് എന്തുള്ള സ്റ്റോറി ഇല്ലേ, അതിലൊരു കൊച്ചുള്ളത്. അത് ഒ ടി ടി റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? അല്ല, ഒരു മിനിറ്റ്, കുറച്ചൊരു സൗണ്ട്. ഒരു മിനിറ്റ് ഓക്കെ ആയോ? അറിയോ? ഓക്കെ കൂട്ടില്ലേ? എന്താ കഴിക്കുന്നേ? ഓക്കെ, കഴിച്ചു. ഗുഡ് ഗേൾ. ലൈക്ക് ഇറ്റ്? എന്തിനായിരുന്നു പിണങ്ങി? എന്തിനായിരുന്നു? ഓക്കെ ആണോ? ഞാൻ ഹാലാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ബേബി ജോയുടെ പാമ്പേഴ്സാണ്. ഭയങ്കര നല്ല പാമ്പേഴ്സാണ്. ഞാൻ കുറേ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലും മക്കൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹാലാൻ്റെ പാമ്പേഴ്സ് ഞാൻ മാറ്റി കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും ഉറങ്ങുമ്പോഴൊന്നും പറയാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഒക്കെ യൂസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. പക്ഷേ നമ്മൾ നോർമലി പാമ്പേഴ്സ് റീസ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, പെട്ടെന്ന് ആ ഒരു ടൈം പീരീഡ് എനിക്ക് കൂടിയിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ പാമ്പേഴ്സ് എനിക്ക് ഏതാണ് കമ്പനി ഏറ്റവും നല്ലതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഇതിലും നല്ലത് ചിലപ്പോൾ ഉണ്ടാവാം കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് വേറെ ഏതോ ആയിരുന്നു, ഹഗ്ഗീസിൻ്റെ ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല, എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ബില്ല് വന്നോ നോക്കി. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ബില്ല് വന്നു. മർമറീസിൽ നിന്നായിരുന്നു കേട്ടോ. ഇവരെ ഫുഡ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ്സാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇവിടുന്ന്. ഇന്ന് വലിയ കാര്യമായിട്ട് രാവിലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ടിഫിനൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയി. പിന്നെ ഐസ്ക്രീമും മാംഗോ ഫാമയിലൊക്കെ അങ്ങ് ഒതുക്കി. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നപ്പോഴാണ് വില്ലു പിന്നെ പോയി വാങ്ങിച്ചിട്ട് വന്നത്. കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, നടന്നില്ല. കുറേ ദിവസമായിട്ട് നമ്മൾ മീൽ പ്ലാനർ സെറ്റ് ചെയ്യാൻ നോക്കണം, പക്ഷെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നാളെ തൊട്ട് എന്തായാലും നമുക്ക് പ്രിപ്പയർ ആക്കാം, മാക്സിമം നോക്കാം. മോർണിംഗ്, കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡിന്നറാണ് നാളെ പ്രിപ്പയർ ആക്കുന്നുള്ളൂ. കാരണം എനിക്ക് ലഞ്ചിന് ഉണ്ടാക്കാൻ ടൈമില്ല, ഞാൻ ഡ്യൂട്ടി ഉണ്ട്. സോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ടിക്ടോക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം, പ്ലസ് ഒരു എഗ് ഷക്ഷുക. Then for dinner, I'll just make chapati. Then what? And fish curry. Maybe that's okay. നമുക്ക് നാളെ തൊട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മളിതിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ബട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം ടുമോറോ. സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രത്തോളം ബെറ്ററാണ്. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇത് ആൽമണ്ട്സ്, ചിയ സീഡ്സ്, ദെൻ ബ്ലാക്ക് റൈസൻസ്, ഇത് മൂന്നും സോക്ക് ചെയ്ത് രാത്രി ഇട്ട് വയ്ക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കഴിക്കാൻ. ഞാനിതിലാകെ കഴിക്കുന്ന ആൽമണ്ട്സ് മാത്രമാണ്. എനിക്ക് ബ്ലാക്ക് റൈസൻസ് കാര്യം നല്ലതാണെങ്കിലും എൻ്റെ അസിഡിറ്റിക്ക് എനിക്കത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിക്കാറില്ല. പിന്നെ ചിയ സീഡ്സ് ഇട്ടിട്ടും വെള്ളം കുടിക്കാറുണ്ട്, സം ടൈംസ് ഓൺലി. പ്രോപ്പറായിട്ടല്ല ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത്. ബില്ലുൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിന് മൂടി വയ്ക്കാം. അങ്ങനെ നമുക്ക് കിച്ചൺ നമുക്ക് ക്ലോസ് ചെയ്യാൻ സമയമായി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, ഓക്കെ ആണെന്ന് ചോക്കെയാണോ, ഓക്കെ അല്ലെന്ന് ചോക്കയല്ല, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അവരെ പറഞ്ഞല്ലോ എനിക്ക് ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരുന്നില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി. അപ്പം അങ്ങനെ ഒരു മിക്സ് ഓഫ് കൈൻഡ് ഓഫ് ഡേ ആയിരുന്നു. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ പറ. ബൈ. ഗുഡ് നൈറ്റ്. Love you. Bye. Subscribe. Okay, bye.